ഈ ആരോപണം ഉയർന്നപ്പോൾ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പൊതുരംഗത്തെ ഒരു ധാർമ്മികതയുടെ പേരിൽ പ്പെട്ടതനുസരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പക്ഷേ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും. ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. പക്ഷെ അതേ സമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും വേണം. ഇവിടെ ഇതുവരെയായിട്ട് ആരും ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാം. അത് പൂർണ്ണമായിട്ടും അവരന്വേഷിക്കട്ടെ. പക്ഷേ ഏതായാലും പാർട്ടി ഇക്കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു. ഈ പാലക്കാട് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് അങ്ങയുടെ അടക്കം പേര് അന്ന് പരിഗണിച്ചിരുന്നതാണ്. DCC അടക്കം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഈ പരാതികളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തിയിരുന്ന ഈ ഒരു പ്രതിസന്ധിയിലേക്ക് വരുമായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞുപോയി, ചാപ്റ്റർ കഴിഞ്ഞുപോയി. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പക്വതയോടുകൂടി ഈ നിലപാടെടുത്തിരുന്നെങ്കിൽ ഏകപക്ഷീയമായ പല തീരുമാനങ്ങളുടെ ഒരു പരിണിത ഫലമല്ലേ അല്ലാതെ ഇപ്പോൾ നമുക്ക് ആർക്കും ആരെക്കുറിച്ചും ഒരു മുൻകൂട്ടി ഒരു ധാരണയ്ക്കുള്ള സാധ്യതകളില്ല. ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ. പാർട്ടി ഒരു വിശാലമായുള്ള സമീപനം സ്വീകരിച്ചു. കഴിഞ്ഞ ഇലക്ഷനിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഭാവിയുള്ള ഒരാളാണ്. അങ്ങനെ വ്യക്തിയെ നിയമസഭയിൽ എത്തിക്കണം എന്ന് പാർട്ടിയുടെ ഒരു വികാരമായിരുന്നു. അതനുസരിച്ചാണ് പാർട്ടി അന്ന് ആ തീരുമാനമെടുത്തത്. അന്നത്തെ സാഹചര്യത്തിൽ ആ തീരുമാനം ശരിയായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചല്ല. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇങ്ങനത്തെ ഒരു സീൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു നയം.